നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ആളുകളായിരിക്കാം. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ അത്രയും ഒരു ഡെപ്തിലുള്ള ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അത്രയും ചിലപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് ഒന്നിച്ച് കളിച്ച് വളർന്ന അങ്ങനെയുള്ളൊരു റിലേഷൻ ആയിരിക്കാം കേട്ടോ. അപ്പൊ അറിയുന്ന ആളുകളായിരിക്കാം, കുഞ്ഞിലെ അറിയുന്ന ആളുകളായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഈ റിലേഷൻ എന്ന് പറയുന്ന അത്രയും ഡെപ്തിലുള്ള റിലേഷനാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ലൊരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് ഉള്ള റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ റിലേഷനിൽ മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഈ റിലേഷനിൽ മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പേടിയിൽ അവർ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റിലേഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാതെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ അവർ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, മുന്നോട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അവർ കരുതുന്നത് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി അവർ റിസ്ക് എടുക്കാൻ തയ്യാറുമാണ്. പക്ഷെ അത്രയും റിസ്ക് എടുത്ത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള ലെവലിലോട്ട് കൊണ്ടുപോയതിനു ശേഷം ഫ്യൂച്ചർ ലൈഫ് നന്നായി വരില്ലേ, അല്ലെങ്കിൽ സക്സസ് ആവില്ലേ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ചാരിയറ്റ് ആണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നടക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തിയാൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ഫാമിലിക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ ഫ്യൂച്ചർ ലൈഫിൽ ഈ ഒരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പ്രശ്നങ്ങൾ മുന്നോട്ടുണ്ടാവും എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. അതായത് ഈ റിലേഷനിൽ ആക്ഷൻ എടുക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത്രയും ഇമോഷണൽ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻ ഒരിക്കലും വേണ്ട, വിട്ടുകളയാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും അടർത്തി മാറ്റുന്ന അത്രയും പെയിൻഫുൾ ആണ് നിങ്ങളെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായാലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും, അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് ആയാലും, എന്ത് കാര്യങ്ങളായാലും കുഴപ്പമില്ല. റിലേഷനിൽ ആൾക്ക് പേടിയൊക്കെ ഉണ്ട്, ഫ്യൂച്ചറിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള പേടിയുണ്ട്. പക്ഷെ പേടിയുണ്ടെങ്കിലും ഇത് വിട്ടുകളയാന്ന് പറയുന്നത് ആളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുവാണെങ്കിലും ഞാൻ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഒരു ചിന്തയിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളത്. ആ ഒരു തീരുമാനത്തിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ എത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവർ. ഇമോഷണലി അത്രയും അഡിക്റ്റഡ് ആണ്, അത്രയും കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പം അത്രയും സ്ട്രെസ് വരുമ്പോൾ മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നൊരു ഗ്യാപ്പ് ഇടുന്നത്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ലെസ് കോണ്ടാക്റ്റും ഒക്കെ നിങ്ങളുടെ റിലേഷനിൽ വരുന്നുണ്ടെങ്കിൽ അത് അത്രയും അവർക്ക് സ്ട്രെസ് വരുമ്പോഴാണ്, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു സമയം വരുമ്പോഴാണ് അവരൊരു ഗ്യാപ്പ് ഇടുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആക്കാൻ മാത്രം ഒരു മനക്കട്ടി, അല്ലെങ്കിൽ അത്രയും ഒരു ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അവർക്കില്ല. അത്രയും നിങ്ങളോട് സ്നേഹത്തോടെ, അല്ലെങ്കിൽ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയി നിൽക്കുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
സോറി എന്നാണ് പറയുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക്, ചില സമയത്ത് അവരുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും മാറി നിൽക്കുന്നുണ്ടാവുക. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സോറി പറയാൻ തയ്യാറാണ്, അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. അവരെത്ര മാറി നിന്നാലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രസൻസ് ഇല്ലാതെ അവർക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്തൊന്നും മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണുള്ളത്. എക്സ്പെക്റ്റേഷൻസ് എന്നാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷനിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനൊപ്പം കാര്യങ്ങൾ വരില്ലേ, പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫ്യൂച്ചറിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ അവരാഗ്രഹിച്ചൊരു ഫ്യൂച്ചർ ലൈഫ് അവർക്ക് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പേടി, ആ ഒരു ഭയത്തെ അവർ മറികടക്കാൻ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1985 ഏപ്രിൽ, നവംബർ, 1987 ലെറ്റർ എച്ച്, 2000 വിശാഖം, ചിത്തിര, പൂരുട്ടാതി, ആയില്യം, ലെറ്റർ യു, ലെറ്റർ ഡബ്ല്യു, മൂലം, മലപ്പുറം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.